സുഹൃത്തുക്കളെ, എങ്ങനെയാണ് BJP കോൺഗ്രസിന് വോട്ടുണ്ടാക്കി കൊടുക്കുക? പാലക്കാട് മത്സരിക്കുന്ന നമ്മുടെ സിനിമാ നടനും മമ്മൂട്ടിയോടൊപ്പം നിരന്തരം നമ്മൾ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കോമഡി പ്രോഗ്രാമുകളൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്ത അദ്ദേഹത്തിന് എങ്ങനെയാണ് BJP വോട്ടുണ്ടാക്കി കൊടുക്കുക? കേട്ടോളൂ. ഇവിടെ നടക്കുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിഷാരടി പാലക്കാട് മത്സരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം രാത്രിയാണ്, നേരം വൈകി പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വാഹനം ഇറക്കുന്നു. അപ്പോൾ പിഷാരുടെ കണ്ട സ്നേഹത്തിൽ കോൺഗ്രസ്സുകാരി തന്നെ ആയിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് പിഷാരോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരണം. സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ഥാനാർത്ഥി ഭരണത്തിന്റെ ഭാഗമല്ലേ, ആര് വിളിച്ചാലും എല്ലായിടത്തേക്കും ഒന്ന് ചെല്ലുക എന്നുള്ളത്. പക്ഷേ ആ ഒരു വീട്ടിലേക്ക് മാത്രം കയറുന്നത് ശരിയില്ല എന്ന് പിഷാരിക്ക് തോന്നിയതിനാൽ പറയുന്നുണ്ട്, അവിടെ കയറി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കയറേണ്ടി വരും, എനിക്കിപ്പോൾ സമയമില്ല, പിന്നെ ഒരിക്കൽ കയറാം. എന്നാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അവിടേക്ക് കൂടി പോകണം എന്ന് പറഞ്ഞ് അവിടേക്ക് പോകുന്ന സമയത്താണ് BJP കാരിയായിട്ടുള്ള ഒരാള് പിഷാരടിയെ തടയുന്നത്. അതൊരു അതിഭീകരമായ തടയലായിരുന്നു. ആ ഒരു തടയൽ ഏകദേശം അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഒരു വഴക്കുണ്ടാവുന്ന രീതിയിലേക്ക് സംഗതി മാറിയതാണ്. അത് അവസാനം പിഷാരടി ആ ഭാഗത്തേക്ക് പോവാതെ തിരിച്ചു പോകുന്നു. എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം മുഴുവൻ BJPയുടെ കോട്ടയാണ് നടത്താം. പാലക്കാട് ആ ഒരു സ്ത്രീ തടഞ്ഞതിന്റെ അപ്പുറത്തേക്ക്, ആ റോഡിന്റെ അപ്പുറത്തേക്ക് ഇത് BJPയുടെ കോട്ടയാണ്. അങ്ങനെ BJPയുടെ കോട്ട ആയതുകൊണ്ട് ആ കോട്ടയിൽ പോയിട്ടൊന്നും വോട്ട് ചോദിക്കേണ്ട എന്നുള്ളതാണ്. ഇത് ഏറ്റവും മോശമായിട്ടുള്ള സംഗതിയാണ്. നിങ്ങളിതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് BJPയുടെ ഒരു ഭീകരത എന്നുള്ളതാണ്. BJP പ്രത്യേക ഒരു വഴിയുടെ രണ്ട് സ്ഥലത്തും കൂടുതൽ BJPക്കാരെന്ന് വെച്ചിട്ട് അവിടേക്ക് വേറെ ആരും കയറേണ്ടതില്ല, അവിടേക്ക് വേറെ ആരും വന്ന് വോട്ട് ചോദിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നത് എന്തൊരു ജനാധിപത്യ വിരുദ്ധ പരിപാടിയാണെന്ന് ആലോചിച്ച്. പക്ഷെ എന്തോ ഈ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ഈ സംഘിസം കയറിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പിഷാരടിയെ പോലെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള, ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കൃത്യമായിട്ടും ഇലക്ഷൻ സമയത്ത് ഒരു നോട്ടപ്പുള്ളിയായിട്ട് മാറുന്ന ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. പിഷാരടി ജയിക്കുമോ അതോ സഖാവ് NMR റസാഖാണോ ജയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂഷൻ. BJP അവിടെ ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് BJPയുടെ പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനെ തടുക്കാൻ ശ്രമിക്കുന്നത്. ഇതുകൊണ്ട് ഇനി ആർക്കാ ഗുണം? ഒരു സംശയം വേണ്ട, കോൺഗ്രസ് തന്നെയാണ്. പിഷാരടിക്ക് കൂടുതൽ ജനസമ്മതി ഉണ്ടാവുകയും പിഷാരടിക്ക് കൂടുതൽ ആളുകൾ മനസ്സിലാക്കുകയും BJPക്കാരൊക്കെ എതിരാണ് പിഷാരടിക്ക് എന്ന് പറയുന്ന ഒരു ചിത്രം അവിടെ ഉണ്ടാവുകയും പിഷാരടി ഒരു തരം ഇടതുപക്ഷക്കാരൻ എന്ന രീതിയിൽ അവിടെ പ്രസിദ്ധനാക്കപ്പെടുകയും ആ പ്രദേശത്തെ കുറച്ച് പേരുടെ വോട്ടെങ്കിലും ഇങ്ങനത്തെ BJPക്കാർക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. കാരണം ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പ്രദേശത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിലൊക്കെ ഇവന്മാരിങ്ങനെ പ്രത്യേക ഘാട്ട് പഞ്ചായത്തൊക്കെ ഉണ്ടാക്കി കളയില്ലേ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവുകയും ഇതിന്റെ ഭാഗമായിട്ട് BJPക്ക് കിട്ടാൻ സാധ്യതയുള്ള ചില വോട്ടുകൾ കൂടി ഒരുപക്ഷെ നമ്മുടെ പിഷാരടിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് പിന്നീട് പിഷാരടി പ്രതികരിക്കുന്ന വളരെ പക്വതയോട് കൂടി തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അത് ഇങ്ങനെയായിരുന്നു. ഞങ്ങളുടെ പ്രചരണ വണ്ടി ഇത്തിരി വലുതാണല്ലോ, അത് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയപ്പോൾ അവിടെ ഒരു പറ്റം സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു, കുറെ അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങുകയും അവരടുത്ത് പോയി അവരോട് വർത്താനം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അതിലൊരു അമ്മ എന്നോട് വീട്ടിലോട്ട് വരുമോന്ന് ചോദിച്ചു, അകത്തോട്ട് വരുമോന്ന് ചോദിച്ചു. ഞാൻ പൊതുവെ നമുക്ക് അവിടെ കൃത്യമായിട്ട് അവിടെ അദ്ദേഹം ആ ആളുടെ പേരും മറ്റൊക്കെ പറയുന്നുണ്ട്. തൊട്ടുന്നായി ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൈ പുറകെ കെട്ടി ആദ്യം നിന്നു. അത് നിന്ന ശേഷം വല്ലാതെ ഒച്ചയെടുക്കുന്നു, ഇവിടെ ഇവര് വരാൻ പാടില്ല, ഇവിടെ പ്രചരണത്തിന് വരാൻ പാടില്ല. അപ്പൊ ഇവര് ആ ഒരു അമ്മ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ ഭാര്യയാണ്, ഒരു ആ വീഡിയോ കാണുന്ന ഒരു ഡാർക്ക് ബ്ലൂ സാരി എടുത്തൊരു അമ്മ. ആ അമ്മ, നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്കാണ് വിളിച്ചത്, ഈ റോഡ് ഇവരുടെ അല്ല, അതുകൊണ്ട് നീ ദയവ് ചെയ്ത് എന്റെ കൂട്ടത്തിൽ വാ, എന്റെ വീട്ടിലോട്ട് വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞൊരു പ്രശ്നം വേണ്ട, കാരണം രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ഇത്തരത്തിലല്ല. രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാണ്. നോക്കൂ, പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഭൂരിപക്ഷം സ്ഥലങ്ങളും UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലെ എല്ലായിടങ്ങളിലും BJP ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പാർട്ടികളും സധൈര്യം നോക്കൂ, വളരെ വ്യക്തമായിട്ട് സുവ്യക്തമായിട്ട് ജനാധിപത്യപരമായിട്ട് തന്നെയാണ് നമ്മുടെ പിഷാരടി എന്ന് പറയുന്ന മനുഷ്യൻ സംസാരിക്കുന്നത്. അത്തരം ഒരു ജനാധിപത്യപരമായ ചിന്തകളോ മറ്റൊന്നും അവിടെയുള്ള
ആ BJP-കാർക്ക് ഇല്ല എന്നുള്ളതാണ്. അതുണ്ടാവില്ല എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ അവർ ഇലക്ഷന് മുമ്പ് തന്നെ അത് പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുതയും അപകടകരവും. ബൈ.